ഹായ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. നമ്മൾ എനിമിയിലെ 4ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എവിടം വരെയാണ് നമ്മൾ നിർത്തിയത്? സഡാവോ ദ അമേരിക്കൻ പ്രസിഡന്റ് ആ യങ് മാൻ്റെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോഡിയൊക്കെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം സഹായത്തിനായിട്ട് ഹന്നയുണ്ട്, wife of Sadao, and when he was doing the surgery he found something very hard, very close to his kidney, the American prisoner's kidney, right? Yes, now he is trying to getting it out. So let's see what happened. So I'm going to read the rest of the portions. You guys, you will look at your textbook as well. Then quickly, with the cleanest and most precise of incisions, the bullet was out. The man cured, but he was still unconscious. Nevertheless, he muttered a few English words. Guts, he muttered, choking. They got my guts, said. He muttered some words like guts and all. Sadao, Hannah cried sharply. Hush, Sadao said. The man sank again into silence, so profound that Sadao took up his wrist, heading to the touch of it. Yes, there was still a pulse so faint, so feeble, but enough, if he wanted the man to live, to give hope. സോ ഹിയർ നമ്മൾ പറഞ്ഞു എന്തോ ഒരു സംഭവം വളരെ ഹാർഡായിട്ട് കണ്ടു, അതൊരു ബുള്ളറ്റാണ് ഇയാളുടെ കിഡ്നീൻ്റെ അടുത്ത്. സഡാവോ അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ആ ഒരു മാജിക്കൽ ഹാൻഡ് ഉപയോഗിച്ചിട്ട് തന്നെ അതൊക്കെ ബുള്ളറ്റൊക്കെ പുറത്തെടുത്തു. ബട്ട് ദ മാൻ വൈൽ ഹി വാസ് ഡൂയിങ് ദിസ് തിങ്, ദ മാൻ വാസ് ഷിവറിങ് ബിക്കോസ് ഓഫ് ദ പെയിൻ. ബട്ട് ഹി വാസ് അൺകോൺഷ്യസ് ആയിരുന്നു. എന്തൊക്കെയോ വേർഡ്സുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഹന്ന, ഓഫ് കോഴ്സ് നമുക്കറിയാം അല്ലേ, ഹന്ന അനസ്തേഷ്യൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആളിത് കണ്ടിട്ട് പെട്ടെന്ന് സഡാവോ വിളിച്ചു. സഡാവോ അവളെ വളരെ എന്താ പറയുക ഷാർപ്പായിട്ട് തന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതിൽ ഹഷ് സ്റ്റോപ്പ് ചെയ്തു. ദെൻ സഡാവോ ഈ വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് എഴയുന്ന ഈ മനുഷ്യൻ, ഈ യങ് മാൻ, അദ്ദേഹത്തെ ചെക്ക് ചെയ്തു. പൾസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഫീബിൾ മീൻസ് ഇറ്റ്സ് വെരി വീക്ക്, ബട്ട് ഇനഫ് ടു സേവ് ഹിസ് ലൈഫ് ഓർ ടു ഇനഫ് ടു ലിവ്. അപ്പോൾ ഇയാള് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു യങ് മാൻ ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ ഒരു മിടിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പൾസ് തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സ്റ്റിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇഫ് ഹി വാണ്ടഡ് ദ മാൻ ടു ലീവ്, ടു ഗീവ് ഹോപ്പ്, ലൈക്ക് ഇപ്പോഴും ഇയാളുടെ ജീവൻ ഈ സഡാവോന്റെ കയ്യിലാണ്. സഡാവോയ്ക്ക് വേണമെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവനെ രക്ഷിക്കാം, അല്ലെ? നമുക്കറിയാം ഈ സഡാവോ ആൻഡ് ഹന്ന, ദേ ആർ ഇൻ സ്റ്റിൽ ഡിലെമ. ഈവൻ ദോ ദേ ആർ ഡൂയിങ്, സഡാവോ ഈസ് ഡൂയിങ് ഹിസ് വർക്ക് ആസ് എ പ്രൊഫഷൻ, ഈസ് സേവിങ് ദിസ് മാൻ, ബട്ട് ഇൻ ഹിസ് മൈൻഡ് വാട്ട് ഇസ് ദ കോൺഫ്ലിക്റ്റ്? യെസ്, do I need to save him or like that, as a doctor സഡാവോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉത്തരവാദിത്തോടുകൂടി ഇയാളുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുപോരുന്നു. ബട്ട് as a Japanese, still Sadao confused, right? Yes. But suddenly, I don't want this man to leave, he thought. No more anesthetic, he told Anna. He turned as swiftly as though he had never paused, and from his medicines, he chose a small vial and from it filled a hypodermic and thrust it into the patient's left arm. Then putting down the needle, he took the man's wrist again. The pulse under his fingers fluttered once or twice and then grew stronger. So what he did, yes, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇയാളെ രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ ഇയാളെ രക്ഷിക്കൂല, അല്ലെങ്കിൽ ഇയാളെ ഞാൻ ജീവിക്കാനായിട്ട് വിടുന്നില്ല. ബട്ട് I have to save his life because I'm a doctor. Then വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, വീണ്ടും പൾസ് ചെക്ക് ചെയ്തു. അപ്പോൾ ഈ പൾസ് ഗ്രോ ചെയ്തു വരുന്നതായിട്ട് കണ്ടു. ദിസ് മാൻ വിൽ ലിവ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ, ഹി സെഡ് ടു ഹന്ന ആൻഡ് സൈൻഡ്. ദ യങ് മാൻ വാക്ക് സോ വീക്ക്, his blue eyes so terrified when he perceived where he was, that Hannah felt compelled to apologize. She herself served him, for none of the servants would enter the room. So after this injection, the man, he got his consciousness, he awoke. Then what he saw, where he was, അവൻ എവിടെയാണ്, ഞാൻ എവിടെയാണെന്ന് കണ്ട് റിയലൈസ് ചെയ്തപ്പോൾ അഗെയിൻ ദിസ് മാൻ, ആൾക്ക് പേടിയായി, ഓഫ് കോഴ്സ് അറിയാം അല്ലേ. പക്ഷെ ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രിസണറിൻ്റെ ഈ ഒരു ഭയവും ഈ ഒരു പരിഭ്രമമൊക്കെ കണ്ടിട്ട് നമ്മുടെ അന്നയ്ക്ക് പോലും അയാളോടൊരു ഷീ ഫെൽറ്റ് സോറി ഫോർ ഹിം ആസ് വെൽ, ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ അന്നയാണ് ഈ മാനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് വൈ അന്ന ഷീ ഹാസ് ടു ഡു ദിസ് തിങ്സ് ഇസ് ബിക്കോസ് യെസ്, ഓൾ ദ സെർവൻസ് ദേ നെഗ്ലെക്റ്റഡ് ടു സെർവ് ദിസ് അമേരിക്കൻ മാൻ, യെസ്, ബിക്കോസ് ആസ് ദേ ആർ ജാപ്പനീസ്.
When she came in the first time, she saw him summon his small strength to be prepared for some fearful things. Don't be afraid, she begged him softly. How come you speak English? He gasped. I was long time in America, she replied. She saw that he wanted to reply to that, but he could not, and so she knelt and fed him gently from the porcelain spoon. He ate unwillingly, but still he ate. So here ഇയാൾക്ക് ബോധമൊക്കെ വന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം മറ്റുള്ള സെർവൻസ് ഒന്നും എന്താ പറയുക തയ്യാറല്ല ഇയാളെ സെർവ് ചെയ്യാനൊക്കെ. അപ്പോൾ അവരൊന്നും റൂമിലേക്ക് കടക്കുക തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അന്നയാണ് ഇയാളെ ഫീഡ് ചെയ്യുന്നത്, ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആൾക്കൊരു മടിയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഹി ഹാസ് ടു ഈറ്റ് ബിക്കോസ് യെസ് ആൾക്ക് വിശപ്പുണ്ട്. ദെൻ അന്ന ഡോണ്ട് വറി ഓർ ഡോണ്ട് ബി അഫ്രൈഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളാകെ ഷോക്ക്ഡ് ആയിപ്പോയി. ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ, മീൻസ് ദേ ആർ ജാപ്പനീസ്. സോ അന്ന പറയാണ് ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു കുറച്ച് കാലം എന്നൊക്കെ പറയാണ്. നൗ യു വിൽ ബി സ്ട്രോങ്, നൗ യു വിൽ സൂൺ ബി സ്ട്രോങ്, ഷീ സെഡ്, നോട്ട് ലൈക്കിംഗ് ഹിം ആൻഡ് യെറ്റ് മൂവ്ഡ് ടു comfort him. He did not answer. When Sadao came in the third day after the operation, he found the young man sitting up, his face bloodless with the effort. So after the 3rd day of the operation, when Sadao saw him, this man was sitting up. അപ്പോൾ ഓപ്പറേഷത്തിന് ശേഷം ഇയാൾ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. ആ എഴുന്നേറ്റിരിക്കാൻ അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ മുഖത്തുനിന്ന് ഒരു ചോരയില്ലാതെ പെയിൻലെസ് ഉള്ളത്. അപ്പോൾ സഡോക്ക് അറിയാം സ്റ്റിൽ ഹി ഹാസ് ടു ബി ബെഡ് റിഡൻ ബട്ട് ഹീസ് ടേക്കിംഗ് ഹിസ് ഫുൾ എഫേർട്ട് ഓർ ഹിസ് ഫുൾ ഹെൽത്ത് ടു ഗെറ്റ് അപ്പ്. When Sadao, lie down, Sadao cried. Do you want to die? He forced the man down gently and strongly and examined the wound. You may kill yourself if you do this sort of things, he scolded. What are you going to do with me? The boy muttered. He looked just now barely 17. Are you going to hand me over? So of course this is a man, this American guy, he has this fearness, this anxiety. What this guys, this doctor and his wife gonna be do with me? Whether they hand over me to the army or they may kill me, of course, because he is their enemy, of course, yeah. So here ഈ ആൾക്ക് ഓഫ് കോഴ്സ് ഈ യങ് മാന് ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് സഡാവിനോട്. സഡാവോ ഇയാളെ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തോട് പറഞ്ഞു, നീ എന്താ മരിക്കാൻ പോവാണ്, ഇതുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു വിൽ ഡൈ ബിക്കോസ് യുവർ ബോഡി ഈസ് ദാറ്റ് മച്ച് ഓഫ് വീക്ക്. യു ആർ നോട്ട് സപ്പോസ് ടു സിറ്റിംഗ് അപ്പ്. Then for a moment Sadao did not answer. He finished his examination and then pulled the silk quilt over the man. I do not know myself what I shall do with you, he said. പ്രത്യേകിച്ച് ആൻസർ ഒന്നും പറഞ്ഞില്ല. Then again he said, I don't know what should I do with you, but as a doctor now I am doing my duty to save a human life. So now you are not my enemy, not my friend. I just considered you as a human being, okay? And I'm trying to save your life, okay? Once you get your health, I will decide what I should do with you. I ought, of course, to give you to the police. You are a prisoner of war. No, do not tell me anything. He put up his hands as he saw the young man was about to speak. No, do not even tell me your name unless I ask. Yes, see, ഇപ്പോഴും ഇവര് ഈ സഡാവോ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം വളരെ സിൻസിയർ ആയിട്ട്. ബട്ട് യു ക്യാൻ സീ ഗൈസ്, യു ക്യാൻ സീ ദർ എ ഗ്യാപ്പ്. ഈ സഡാവോ ആൻഡ് ദിസ് അമേരിക്കൻ ഗായ്, ഓഫ് കോഴ്സ് അന്ന ആൻഡ് ദിസ് അമേരിക്കൻ ഗായ്, അവരുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഈ ഒരു ഗ്യാപ്പാണ് ഈ എനിമിറ്റി. ബട്ട് വെൻ he wore this coat or when he is doing his profession, there is no gap and he was 100% of sincerity, right? Yes, that is we told before as professionalism. സോ നമുക്കിവിടെ പറയാം സഡാവോ ഒരു എക്സാക്ട് പ്രൊഫഷണൽ ഡോക്ടർ തന്നെയാണ്. എനിമിയായിട്ട് പോലും അത്രയും സിൻസിയർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നത്. പക്ഷേ അവരുടെ കോൺവെർസേഷനിൽ ഇയാൾക്ക് ബോധം വരികയും ഇയാൾക്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. കോൺവെർസേഷൻ നമ്മളിങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. They looked at each other for a moment and then the young man closed his eyes and turned his face to the wall. Okay, he whispered, his mouth
a bitter line. Outside the door, Hannah was waiting for Sadao. He saw at once that she was in trouble. So he saw Anna was out waiting for Sadao outside, and he felt that she was in a sort of trouble. Sadao, Yumi tells me the servants feels they can't stay if we hide this man here anymore, she said. She tells me that they are saying that you and I were so long in America that we have forgotten to think of our own country first. They think we like Americans. It's not true, Sadao said harshly. Americans are our enemies, but I have been trained not to let a man die if I can help it. The servants can't understand that, she said anxiously. No, he agreed. Yes. Now, this is the conversation between Sadao and his wife Anna. What they are talking about, yes. This Yumi, the servants, they are not interested to stay even with them if they're going to hide this man in their house. And what the other argue, എന്താണ് അടുത്ത ഈ സെർവൻസ് പറയുന്നത്? നിങ്ങൾ അമേരിക്കയിലായിരുന്നതുകൊണ്ടും നിങ്ങൾ കുറച്ചു കാലം അമേരിക്കയിൽ താമസിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ മറന്നു പോവുകയാണ് നിങ്ങൾ ജാപ്പനീസ് ആണെന്ന്. നിങ്ങൾക്ക് അമേരിക്കക്കാരോടാണ് ചായ്വ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇയാളെ രക്ഷിക്കുന്നതും ഇയാളോട് ഹൈഡ് ചെയ്യുന്നതും എന്നാണ് യുമി പറയുന്നതാണ് നമ്മുടെ ഹന്ന പറയുന്നത്. പക്ഷെ സഡാവോ ഓഫ് കോഴ്സ് സഡാവോ ആയാലും ഹന്നയായാലും അവര് ഓഫ് കോഴ്സ് അവർ നല്ല ജാപ്പനീസ് തന്നെയാണ്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ്, ഇവിടെ സഡാവോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും സെർവൻസിന് മനസ്സിലാവണമെന്നില്ല. അന്ന പറഞ്ഞു യെസ് ശരിയാണ്, മനസ്സിലാവണമെന്നില്ല എന്ന് അത് അംഗീകരിക്കുകയും ചെയ്തു. ദെൻ ദ സെർവൻസ് neither seemed able to say more, and somehow the household dragged on. The servants grew more watchful. Their courtesy was as careful as ever. But their eyes were cold upon the pair to whom they were hired. So here, it is clear that what our master ought to do, the old gardener said one morning. He had worked with flowers all his life and had been a specialist too in moss. For Sadao's father, he had made one of the finest moss gardens in Japan, sweeping the bright green carpet constantly so that not a leaf or a pine needle marred the velvet of its surface. My old master's son knows very well what he ought to do, he now said, pinching a bud from a bush as he spoke. When the man was so near death, why did he not let him to bleed? So here, all the servants, including Yumi, the gardener, cook, whoever, all are blaming this doctor. And also this gardener, ഈ ഡോക്ടർ സഡാവോ ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഇവിടെയുള്ള ആളാണ്. എന്താ പറയുക, ഇവിടെ പറയുന്നുണ്ട് പൂക്കളെ പരിപാലിക്കുന്നതും അദ്ദേഹം ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ, വളരെ ക്ലോസ് ടു ദെയർ ഫാമിലി. ബട്ട് ഇവിടെ ഈ ഗാർഡനർ അടക്കം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യങ് മാസ്റ്ററിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഇയാൾ മരണത്തിന്റെ പക്കത്ത് എത്തിയിരുന്ന ഇയാളെ എന്തുകൊണ്ട് മരിക്കാൻ അനുവദിക്കുമായിരുന്നല്ലോ. അപ്പൊ ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും റിസ്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് മൊത്തം അടക്കമുള്ള ഒരു സംസാരം. That young master is so proud of his skill to save life that he saves any life, the cook said contemptuously. അപ്പോൾ കുക്ക് എന്ത് പറഞ്ഞു? ഒരു പരിഹാസത്തോടു കൂടി, ഒരു ഡിസ്റെസ്പെക്റ്റോടു കൂടി പറഞ്ഞു, ആ യങ് മാസ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ജീവനായാലും ആള് രക്ഷിക്കും എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു. അതായത് എനിമി എന്നാണോ അമേരിക്കക്കാരനാണെന്നാണോ ഒന്നുമില്ല, ആൾക്ക് അയാളുടെ ആ ഒരു എക്സലൻസി കാണിക്കുക എന്നുള്ളതാണ്, ആ സ്കില്ല് കാണിക്കുക എന്നുള്ളതാണ് കാര്യം. ഒരു പരിഹാസത്തോടു കൂടി പറഞ്ഞു. She split a fowl's neck skillfully and held the fluttering bird and let its blood flow into the roots of the wisteria vine. The blood is best for fertilizers and the old gardener would not let her waste a drop of it. And ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ബേർഡിന്റെ ഒരു കോഴി സംതിങ് അതിനെ കൊന്ന് അതിന്റെ ബ്ലഡൊക്കെ ഒരു പ്ലാന്റിലൊക്കെ ഇത് ഫെർട്ടിലൈസ് ചെയ്യാൻ വളരെ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റീസ് അവർ ചെയ്യുകയാണ്. പക്ഷെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വളരെ ചെറുപ്പം മുതൽ കൂടെയുള്ള ഗാർഡനർ മുതൽ കുക്ക് യുമ്മി എല്ലാവരും ഇപ്പൊ ഇവർക്ക് എതിരാണ്, ഇവർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിന് എതിരാണ്. ഓക്കെ, അവരവരുടെ വിദ്വേഷം അല്ലെങ്കിൽ അവരവരുടെ എതിർപ്പ് പല തരത്തിലും പ്രകടിപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് എ ചിൽഡ്രൻ ഓഫ്
whom we must think, Yumi said sadly, what will be their fate if their father is condemned as a traitor? യുമി പറയണേ ഈ കുട്ടികൾ, യുമ്മിയാണല്ലോ പിന്നെ കുട്ടികളുടെ കെയർടേക്കർ. സോ പറയണേ ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, അവരുടെ വിധി എന്തായിരിക്കും? തൻ്റെ ഫാദർ ഒരു ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹി, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവൻ ആയിട്ട് ഭാവിയിൽ അറിയപ്പെട്ടാൽ എന്തായിരിക്കും ഈ കുട്ടികളുടെ ഭാവി, എന്തായിരിക്കും അവരുടെ ബാക്കി ഫ്യൂച്ചർ ലൈഫ്? ഇതെല്ലാം ഒരുപാട് ട്രബിൾസാണ്, പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്. They did not try to hide what they said from the ears of Hannah as she stood arranging the day's flower in the veranda nearby. And she knew they spoke on purpose that she might hear. സോ ഇതൊക്കെ ഇവരുടെ ഡിസ്കഷനാണ്. എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മുടെ അന്ന വരാന്തയിൽ നിന്ന് ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ they don't want to hide from Anna even because they want to show Anna their dislike what he's doing there. ഇയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളോടുള്ള എതിർപ്പ് അന്ന കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇവരിത് ഡിസ്കസ് ചെയ്യുന്നത്. അവരിക്കലും അന്ന കേൾക്കരുതെന്നല്ല അവർ ഉള്ളില്, അന്ന കേൾക്കാൻ വേണ്ടി തന്നെ അവർ പറയുകയാണ്. But there was another part of her which she herself could not understand. It was not sentimental liking of the prisoner. She had come to think of him as a prisoner. She had not liked him even yesterday when he had said in his impulsive way, "Anyway, let me tell you that my name is Tom." She had only bowed her little distant bow. She saw hurt in his eyes, but she did not wish to assuage it. Indeed, he was a great trouble in this house. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നയ്ക്ക് ഇവർക്കറിയാം അന്നയ്ക്ക് ഇയാളെ ഇഷ്ടമില്ല, ഇയാൾ പ്രിസണറാണെന്ന് അന്നയ്ക്കറിയാം, എന്നിവർക്കറിയാം നമ്മളുടെ എനിമയാണെന്ന് അറിയാം. പക്ഷെ അവർക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണ്, ഇവർ എന്തുകൊണ്ടാണ് സേവ് ചെയ്യുന്നത്, എന്താണ് ആ ഇമോഷൻ, ഇതാണ് ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം. ഇപ്പം ലാസ്റ്റ് ടൈം യെസ്റ്റർഡേ ഇയാളുടെ പേര് വരെ വെളിപ്പെടുത്തിയപ്പോഴും അന്ന അതിനോടൊരു ഒരു ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ പേര് അറിഞ്ഞതിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമോ ഒന്നും കാണിച്ചില്ല. കാരണം അപ്പോൾ ഇത് അന്നയ്ക്ക് അറിയാം ഇത് ഇയാൾക്ക് വേദനിപ്പിക്കും, ഇയാൾ വേദനയോട് കൂടിയാണ് ഇത് പറയുന്നത്, എന്നിട്ടും ഇത് എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇയാൾക്ക് കൂടുതൽ വേദന നൽകുമെന്ന് അറിയാം. എന്നിട്ട് പോലും അന്ന അത് വേദന കുറക്കാൻ വേണ്ടി അയാളെ കൺസോൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഇമോഷൻ ബിഹൈൻഡ് ഇറ്റ്. ഇൻ ദ കേസ് ഓഫ് സെർവൻസ് അവരുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ആൻഡ് മാത്രമല്ല ഇവർ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകലം തന്നെയാണ് കാണിക്കുന്നത്. ഓൺലി ഷീ സെർവിങ് ഡ്യൂറിങ് ദ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്താണ് ഇയാളെ സെർവ് ചെയ്യുന്നത്, അല്ലാതെ യാതൊരുവിധ ഇമോഷൻ ഇതിന്റെ പുറത്തില്ല. മാത്രമല്ല അന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയും ഈ ഫാമിലിക്ക്, ഇവരുടെ കുടുംബത്തിന് ഇയാളൊരു വലിയൊരു ഭീഷണി തന്നെയാണ്. ഓഫ് കോഴ്സ്. ആസ് ഫോർ Sadao, every day he examined the wound carefully. The last stitches had been pulled out of this morning, and the young man would in a fortnight be nearly as well as ever. Sadao went back to his office and carefully typed a letter to the chief of police reporting the whole matter. On the way, 21st day of February, an escaped prisoner was washed up on the shore in front of my house. So far he typed, and then he opened a secret drawer of his desk and put the unfinished report into it. Now the man is getting well. Okay, so the Sadao is desired to inform the authorities. I have this man here. I have a spy. I mean, not spy. I have a prisoner here with me. Yes. എല്ലാ സ്റ്റോറിയും പറഞ്ഞുകൊണ്ട് ആളൊരു റിപ്പോർട്ട് എഴുതുകയും അത് പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്തു. On the 7th day after that, ഈ സംഭവത്തിന് ശേഷം 7ാമത്തെ ദിവസം, 2 things happened. 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. In the morning, the servants left together, their belongings tied in a large square cotton kerchiefs. When Hannah got up in the morning, nothing was done, the house not cleaned, and the food not prepared. When she knew what it meant, she was dismayed and even terrified. But her pride as a mistress would not allow her to show it. So, രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താ കണ്ടത്? വീട് വൃത്തിയാക്കിയിട്ടില്ല, ഫുഡ് റെഡി ആയിട്ടില്ല. മാത്രമല്ല ഇവരെല്ലാവരും കൂടി അസംബിൾ ചെയ്തിട്ട് നിൽക്കുകയാണ്, ഇവരുടെ തുണിയും സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടും. കണ്ടപ്പോൾ ഓഫ് കോഴ്സ് ഷീസ് ഡിസ്മെയ്ഡ്. അവൾ ഷോക്കായി പോയി. മാത്രമല്ല ചെറിയൊരു ഭയം, നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ചെറിയൊരു ഭയം എപ്പോഴും ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് ഏത് സമയത്തും ഈ സെർവൻസിന് ഇവരെ ഒറ്റ കൊടുക്കാവുന്നതാണ്. എന്നാലും ഒരു മിസ്ട്രസ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് അവൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ദെൻ
Instead, she inclined her head gracefully when they appeared before her in the kitchen. She paid them off and thanked them for all that they had done for her. They were crying, but she did not cry. The cook and the gardener had served Sadao since he was a little boy in his father's house. And Yumi cried because of the children. She was so grieving that after she had gone, she ran back to Hannah. So here, yes, the servants now they are leaving. സെർവൻസ് ഒക്കെ വീട് വിട്ട് പോവുകയാണ്. ഇവർ ഒറ്റക്കാക്കി എല്ലാ സെർവൻസും വീട് വിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഭയങ്കര സങ്കടമാണ്, അവർക്ക് പോയി ഇഷ്ടമില്ല. ബട്ട് ദേ ഹാവ് ടു ഗോ ഫ്രം ദർ ബിക്കോസ് യെസ് അവർ ജപ്പാനീസ് ആണ്. അവർക്ക് ഇതിൽ കൂടുതലൊന്നും നീ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കൊക്കെ പേ ഓഫ് ചെയ്തു, എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞു, അവരെ പറഞ്ഞയച്ചു. അപ്പോൾ പിന്നെ നമ്മളുടെ കുട്ടികളെ നോക്കുന്ന യുമി വളരെ ദുഃഖിതയാണ്. ബിക്കോസ് യെസ് കുട്ടികളെ ഓഫ് കോഴ്സ് മിസ് ചെയ്യുമല്ലോ. അപ്പോൾ തിരിച്ചു വന്നു, പോയ ആള് തിരിച്ചു വന്നിട്ട് എന്നെ അടുത്ത് പറയാണ്, ഇഫ് ദ ബേബി മിസ്സസ് മീ ടു മച്ച് ടു നൈറ്റ് സെൻഡ് ഫോർ മീ. ഐ ആം ഗോയിങ് ടു മൈ ഓൺ ഹൗസ് ആൻഡ് യു നോ വേർ ഇറ്റ് ഈസ്. കുട്ടികളെന്നെ കരയുന്നുണ്ടെങ്കിൽ, എന്നെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ആക്കുകയാണെങ്കിൽ എന്നെ തിരിച്ച് എന്നെ വിളിക്കാം, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. താങ്ക് യു, ഹന്ന സെഡ് സ്മൈലിംഗ്, ബട്ട് ഷി ടോൾഡ് ഹെർസെൽഫ് ഷി വുഡ് നോട്ട് സെൻഡ് ഫോർ യുമി. ഹൗവർ ദ ബേബി ക്രൈഡ്. ഓഫ് കോഴ്സ് ഷി ഡിറ്റർമൈൻഡ് പോവുള്ളവർക്കൊക്കെ പോവാം, ആരെയും തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല. ഷി മേഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് Sadao helped with the children. Neither of them spoke of the servants beyond the fact that they were gone. But after Hannah had taken morning food to the prisoner, she came back to Sadao. Why is it we can't see clearly what we ought to do? She asked him. Even the servants see more clearly than we do. Why are we different from other Japanese? ഇവരെ പോയതിനെ കുറിച്ച് ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈവൺ നമ്മുടെ സെർവൻസിനെ ഒരു 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 എന്താ പറയുക, ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നുണ്ട്, അത്രപ്പോൾ നമുക്ക് പറ്റുന്നില്ലല്ലോ. നമുക്ക് എന്താണ് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്തത്? അവർ കണ്ടില്ല, അവരത് റിയലൈസ് ചെയ്യുകയും അവർ വേണ്ടാന്ന് വെച്ചാൽ അവർ ഡിസിഷൻ എടുത്ത് പോവുകയും ചെയ്തു. ബട്ട് നമുക്ക് ഇപ്പോഴും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ള ജാപ്പനീസിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത് എന്ന് ചോദിക്കുകയാണ്. Sadao did not answer, but a little later he went into the room where the prisoner was and said briskly, Today, you may get up on your feet. I want you to stay up only 5 minutes at a time. Tomorrow, you may try it twice as long. It would be well that you get back your strength as quickly as possible. So here, see, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും, വീട്ടിൽ ഇതുപോലത്തെ ആക്ഷൻസ് ഡ്രാമാസ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും, സെർവൻസ് പോകുന്നു, പിന്നെ കരയുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ബട്ട് നമ്മുടെ Sadao is spent his attention to his task. What is his task? Yes, to save the man and to bring this man in a good health. അപ്പോൾ ഈ ആളെ രക്ഷിക്കുക എന്നുള്ള ഇദ്ദേഹത്തിന്റെ ടാസ്കിലാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ കോൺസെൻട്രേഷൻ. എന്ത് ക്വസ്റ്റ്യൻ, ആര് പോയിക്കോട്ടെ, നെവർ മൈൻഡ്, അതൊന്നും ഇയാളെ ബാധിക്കുന്നില്ല. വേഗം ചെന്ന് ഈ പ്രിസണർ എടുക്കുന്ന റൂമിലേക്ക് പോയിട്ട് പറയുകയാണ്, എനിക്ക് ഇനി നിന്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം 5 മിനിറ്റ്, പിന്നെ അടുത്ത ദിവസം കൂടുതൽ സമയം, അങ്ങനെ. അപ്പോൾ ഇവിടെ ഹിന്റ് തരുന്നത് എന്താണ്? യെസ്, നൗ നിനക്ക് എഴുന്നേറ്റ് നിൽക്കാം, നീ നിന്റെ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നൊരു ഹിന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സഡാവോന്റെ ഓപ്പറേഷൻ, സഡാവോന്റെ ആ ഒരു ടാസ്ക് വിജയിച്ചു. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ what will be his decision. Okay, yes, he saw the flicker of terror on the face that was still very pale. Okay, the boy murmured. Evidently he was determined to say more. I feel I ought to thank you, doctor, for having saved my life. അപ്പോൾ ഓഫ് കോഴ്സ് എപ്പോഴും ഇയാളെ കാണുമ്പോൾ ഇയാളെ മുഖത്ത് ഈ ഭയമുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അതായത് ഉള്ളിൻ്റെ ഉള്ളില് ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താവും നെക്സ്റ്റ്? പ്രിസണറെ അല്ല, പിന്നെ ആർമി ഇങ്ങോട്ട് വന്ന് എന്നെ കൊണ്ടുപോകുമോ, അതോ ഇവരെന്നെ കൈമാറുമോ, അതോ ഇവരെന്നെ കൊല്ലുമോ? ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. ഒരു വാർ പ്രിസണറിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു എനിമിയുടെ വീട്ടിലാണുള്ളത്, ഏത് സമയം നമ്മൾ വധിക്കപ്പെടും. അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. Don't thank me too early, Sadao said coldly. He saw the flicker of terror again in the boy's eyes, terror as unmistakable as an animal's. The scars on his neck were crimson for a moment. Those scars, what are they? Sadao did not ask. So ഈ എത്ര പെട്ടെന്ന് എന്നോട് നന്ദി പറയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പാവത്തിന്റെ ഈ പ്രിസണറിന്റെ മുഖത്ത് ആ ഒരു പേടിയും ഭയവും എല്ലാം കൂടി മാറി.
നമുക്ക് തന്നെ ഈ പേഴ്സണോട് ഒരു സിമ്പതി തോന്നണല്ലേ. In the afternoon, the second thing happened. Hannah, working hard on unaccustomed labor, saw a messenger come to the door in official uniform. Her hands went weak and she could not draw her breath. The servant must have told her already. She ran to Sadao, gasping, unable to utter a word. But by then the messenger had simply followed her through the garden and there he stood. She pointed at him helplessly. What happened? ആൾക്ക് പരിചയമില്ലാത്ത ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒഫീഷ്യൽ ഡ്രസ്സിലൊരു ഓഫീസർ കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോൾ അന്നയുടെ കാര്യത്തിൽ തീരുമാനമായി. അവൾക്ക് കൈയും കാലും വിറച്ചു, വീക്കായി. കാരണം സെർവൻസ് ഇവിടെ നിന്നല്ലേ പോയുള്ളൂ. അവര് മുഴുവൻ കഥകളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോ അന്ന ആകെ വീക്കായി. അന്ന ആകെ എന്താ പറയാ, ഒരു വീക്ക് ഫീൽ ചെയ്തു. എന്നെ കൈയും കാലം വിറക്കുന്നു, ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. വേഗം സഡാവിന്റെ അടുത്തേക്ക് എങ്ങനെയൊക്കെയോ പോയി ചൂണ്ടിക്കാണിച്ചു ഒരു മനുഷ്യൻ. Sadao looked up his book. He was in his office, the other partition of which was thrown open to the garden for the southern sunshine. അപ്പൊ ഈ സഡാവയുടെ ഓഫീസ് പറഞ്ഞാൽ ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ, ഈ ഗാർഡനോട് ചേർന്ന് തന്നെ മറ്റൊരു ഭാഗത്തായിട്ട്. What is it? He asked the messenger. Then he rose, seeing the man's uniform. Yes, ആദ്യം നോക്കി, പിന്നെ ഈ യൂണിഫോം ഒക്കെ കണ്ടപ്പോ സഡാവ് ഒന്ന് എഴുന്നേറ്റു. What is it? You are to come to the place, the man said. The old general is in pain again. Oh, Anna breathed. Is that all? All? The messenger exclaimed. Is not enough? Indeed it is, she replied. I'm sorry. When Sadao came to say goodbye, she was in the kitchen. Okay, അപ്പൊ അതിലേക്ക് കിടക്കണം. നല്ല ഭംഗിയുള്ളൊരു സീനാണിത്. സഡാവ് ഓടി വന്നിട്ട്, അന്ന ഓടി വന്നിട്ട് സഡാവിനെ ചൂണ്ടിക്കാണിച്ചു ദേ ഒരാള്. അപ്പം ഇയാൾ എന്തായിരുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് സഡാവിനെ ബ്രോഡിലേക്ക് അയക്കാൻ. ഒരു ഓൾഡ് ജനറൽ ഇവിടെ പിന്നെ ട്രീറ്റ്മെന്റിലാണ് അണ്ടർ സഡാവോ. അപ്പം അയാൾക്ക് വീണ്ടും കൂടുതൽ പെയിൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ അന്ന അത്രേ ഉള്ളൂ, അങ്ങനെ ഈ ഓഫീസർ അത്ര പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മീൻസ് ഇവിടെ ഉദ്ദേശിച്ചത് ഇവർ ഇതെല്ലാം അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്നില്ലേ. അപ്പോൾ ആളൊന്ന് ശ്വാസം നേരെ വിട്ടു. ഓക്കെ. When Sadao came to say goodbye, she was in the kitchen but doing nothing. The children were asleep and she sat merely resting for a moment, more exhausted from her fright than from her work. സഡാവോ യാത്ര പറയാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ആള് കിച്ചണിൽ ഇരിക്കുകയാണ്, ക്ഷീണിതയാണ്. എന്തുകൊണ്ട്? പരിചയമില്ലാത്ത ജോലി ചെയ്തുകൊണ്ടൊന്നുമല്ല, അത്രക്കധികം ഭയപ്പെട്ടു ഈ ഓഫീസറെ കണ്ടിട്ട്. അപ്പോൾ ടോട്ടലി നമ്മുടെ ഹന്നയുടെ ഒരു മാനസികാവസ്ഥ വളരെ വീക്കാണ്. അവൾ വളരെയധികം പേടിച്ചിട്ടാണ് ആ വീട്ടിൽ ഓരോ നിമിഷവും നിൽക്കുന്നത്. I thought they had come to arrest you, she said. He gazed down into her anxious eyes. I must get rid of this man for your sake, he said in distress. Somehow I must get rid of him. അപ്പൊ പറഞ്ഞു. അപ്പൊ സഡാവ് നമുക്കറിയാം ഇവർ വളരെ ലവബിൾ ആയിട്ടൊരു കപ്പിളാണ്. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു അല്ലേ. യെസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കുന്ന നല്ലൊരു കപ്പിൾ. അതുകൊണ്ടല്ലേ സഡാവോന് വേണ്ടി ഇഷ്ടപ്പെടാത്ത ഈ എനിമീനെ മറ്റുള്ളവരൊക്കെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യാനൊക്കെ ഒരുങ്ങിയത്. അപ്പോൾ സഡാവോ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തായാലും ഇയാളെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഫോർ യുവർ ഓൺ സേക്ക്, നിനക്ക് വേണ്ടിയെങ്കിലും എന്തായാലും ഞാൻ ഇവനെ ഇവിടുന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സഡാവോ ഇപ്പോൾ ഈ സീനിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? യെസ്, ഇനി നമ്മളുടെ ഓൾഡ് ജനറലിന്റെ അടുത്തേക്കാണ് സഡാവ് പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഓൾഡ് ജനറലും സഡാവും തമ്മിലുള്ള സീനാണ്. അതായത് അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിനെ നോക്കാൻ പോവുകയാണ്, ട്രീറ്റ് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ, എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് സഡാവ് പോവുകയാണ്. അതാണ് ബാക്കി സീൻ. അപ്പോൾ ബാക്കി സീൻ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള സീനുകൾ വായിക്കുക, മനസ്സിലാക്കിയത് എഴുതുക. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് പാർട്ട്. ബൈ.